നിങ്ങൾ സ്വർണം വാങ്ങാൻ പോകുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ തലവേദന എന്താണ്? തീർച്ചയായിട്ടും അത് മേക്കിംഗ് ചാർജ് അല്ലെങ്കിൽ പണിക്കൂലി തന്നെയായിരിക്കും അല്ലേ? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയ്ക്ക് ഒരു ഓർണമെന്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ അതിന്റെ വിലയുടെ 10, 15, 20% മേക്കിംഗ് ചാർജ് ആയിട്ട് കൊടുക്കുന്നത് ആർക്കാണ് ഇഷ്ടമാകുക? ഒന്ന് നോക്കുക, 1 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങുമ്പോൾ മിനിമം ഒരു 15,000 രൂപയെങ്കിലും മേക്കിംഗ് ചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതിന് മുകളിൽ ഒരു 3% GST, അതായത് 3,000 രൂപയ്ക്ക് മുകളിൽ ടാക്സ് ആയിട്ടും നമ്മൾ കൊടുക്കേണ്ടി വരും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1 ലക്ഷം രൂപ നമ്മൾ ഇൻഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 18,000 രൂപ തുടക്കത്തിലേ നമുക്ക് നഷ്ടമാകും എന്നുള്ളതാണ്. ഇത് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ എക്സ്പെൻസ് ആണോ? ഇത് കൂടാതെ വാങ്ങിയ സ്വർണം എവിടെ വെക്കും എന്നുള്ള ടെൻഷൻ വേറെ. ബാങ്ക് ലോക്കറിൽ വെച്ചാൽ അത് റെന്റ് കൊടുക്കണം, വീട്ടിൽ വെച്ചാൽ കള്ളന്മാരും എല്ലാം കൊണ്ടുപോകുമോ എന്നുള്ള ഒരു പേടിയും. ഇപ്പോൾ ഈ ഒരു ലോസും ടെൻഷനും ഒക്കെ കാരണം സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്ന് ഞാൻ കരുതുകയാണ്. സ്വർണം വാങ്ങുമ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അവർ ചാർജസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മേക്കിംഗ് ചാർജോ ലോക്കർ ചാർജോ അല്ലെങ്കിൽ മോഷണ പേടിയോ ഒന്നും ഇല്ലാതെ പ്യുവർ ഗോൾഡ് ഓരോ ഗ്രാമായിട്ട് വാങ്ങി വെക്കാൻ പറ്റുന്നതും 2026 ഗോൾഡ് ബൂം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നേടാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് വഴിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് വഴികളെ പറ്റി ഇതിനു മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ കരുതുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതാണ് ഗോൾഡ് പീസ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ എന്താണ് ഈ ഗോൾഡ് പീസ്? ഗോൾഡ് പീസ് എന്ന പേര് കേട്ടിട്ട് എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ഒരു മെത്തഡോളജിയോ ആണ് എന്ന് വിചാരിക്കേണ്ട. സംഗതി വളരെ സിമ്പിളാണ്. ശരിക്കും അതൊരു സ്റ്റോക്ക് പോലെയാണ്. പക്ഷേ ഇവിടെ നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ അല്ല വാങ്ങുന്നത്, പകരം പ്യുവർ ഗോൾഡ് ആണ് വാങ്ങുന്നത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് റിലയൻസിന്റെയോ ടാറ്റയുടെയോ ഷെയർ വാങ്ങുന്ന അതേപോലെ ഈസി ആയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒന്നാണ് ഗോൾഡ് പീസ്. ബേസിക്കലി ഇതൊരു ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടാണ്, അതായത് ഗോൾഡ് ETF-ന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് ETF കൂടിയായിട്ടുള്ള നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഇറക്കിയിട്ടുള്ളതാണ് ഗോൾഡ് പീസ്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു യൂണിറ്റ് ഗോൾഡ് പീസ് വാങ്ങുമ്പോൾ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള 99.5% പ്യൂരിറ്റിയുള്ള യഥാർത്ഥ സ്വർണം ഒരു സേഫ് ആയിട്ടുള്ള കസ്റ്റോഡിയന്റെ കയ്യിൽ ഡിജിറ്റൽ ഗോൾഡ് ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഒരു യൂണിറ്റ് ഗോൾഡ് പീസ് എന്ന് പറയുന്നത് 0.01 ഗ്രാം ഗോൾഡ് ആണ്. അതായത് നിങ്ങൾ 100 യൂണിറ്റ് ഗോൾഡ് പീസ് വാങ്ങാൻ നിങ്ങളുടെ പേരിൽ കൃത്യം 1 ഗ്രാം ഗോൾഡ് ഡിജിറ്റൽ ഫോമിൽ സ്വന്തമായിട്ടുണ്ടാവും. അപ്പോൾ ഷെയർസിനെ പോലെ തന്നെയാണ് ഇത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ടൈമിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഗോൾഡ് പീസ് വാങ്ങാനും വിൽക്കാനും പറ്റും. ഇതിനാകെ വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാവുന്ന ആ ഒരു വലിയ ഡൗട്ട് ഇത് തന്നെയാണ്: പരമ്പരാഗത സ്വർണവും ഗോൾഡ് പീസും തമ്മിൽ എന്താണ് ആ ഒരു വ്യത്യാസം? ഓർണമെന്റ്സ് വാങ്ങുന്നതിന് പകരം എന്തിനാണ് ഗോൾഡ് പീസ് സെലക്ട് ചെയ്യുന്നത്? ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ സംശയത്തിനെല്ലാം ഒരു ക്ലാരിറ്റി കിട്ടും. ഒന്നാമത്തേതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് വലിയ മേക്കിംഗ് ചാർജ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം എന്നുള്ളതാണ്. ജ്വല്ലറികളിൽ നിന്ന് ഓർണമെന്റ്സ് വാങ്ങുമ്പോൾ 10 മുതൽ 25% വരെ മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതൊരു ഡയറക്റ്റ് ലോസ് ആയിട്ടാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഒരുപക്ഷെ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഗോൾഡ് 1,18,000 രൂപ നമ്മൾ മേക്കിംഗ് ചാർജ് അടക്കം കൊടുത്ത് വാങ്ങി കയ്യിൽ വെക്കുമ്പോൾ 18,000 രൂപ നമുക്ക് ലോസ് ആണ് എന്ന് നമ്മൾ മുമ്പെയുള്ള കാൽക്കുലേഷനിൽ മനസ്സിലാക്കി. എന്നാൽ ഗോൾഡ് പീസിൽ മേക്കിംഗ് ചാർജ് എന്നൊരു പരിപാടിയേ ഇല്ല. ഇതിലൊരു കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് റേഷ്യോ എന്നറിയപ്പെടുന്ന ഒരു ആനുവൽ ഫീ ആണ്. ഗോൾഡ് പീസിന്റെ എക്സ്പെൻസ് റേഷ്യോ വെറും 0.44% മാത്രമാണ്. ഓർണമെന്റ്സ് വാങ്ങുമ്പോഴുള്ള 15% ലോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ചെറിയ ആനുവൽ ഫീ ഒന്നുമല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. രണ്ടാമത്തെ ബെനിഫിറ്റ് GST ഒഴിവാക്കാം എന്നുള്ളതാണ്. ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങുമ്പോൾ വിലയുടെ കൂടെ നമ്മൾ 3% GST കൂടി കൊടുക്കണം. 1 ലക്ഷം രൂപയ്ക്ക് 3,000 രൂപ. എന്നാൽ ഗോൾഡ് പീസ് വാങ്ങുമ്പോൾ ഈ 3% GST കൊടുക്കേണ്ട എന്നുള്ളത് ഒരു വലിയ ലാഭമാണ്. മൂന്നാമത്തെ ബെനിഫിറ്റ് സൂക്ഷിക്കാനുള്ള ടെൻഷൻ വേണ്ട എന്നുള്ളതാണ്. ഗോൾഡ് പീസ് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇലക്ട്രോണിക്കലി ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഷെയർസ് പോലെ ഇത് 100% സേഫ് ആണ്. ബാങ്ക് ലോക്കറിന് റെന്റ് കൊടുക്കുകയോ മോഷണം പോകുന്ന പേടിയോ ഉറക്കം കളയോ ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ട്രേഡിംഗ് ആപ്പ് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര ഗ്രോ ചെയ്തു എന്നൊക്കെ കാണാനുള്ള കൃത്യമായിട്ടുള്ള ഒരു വിസിബിലിറ്റിയും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നാലാമതായിട്ട് എളുപ്പത്തിൽ നമുക്ക് പണമാക്കി മാറ്റാൻ കഴിയും, അതായത് ഹൈ ലിക്വിഡിറ്റി. പെട്ടെന്ന് പണത്തിന് ആവശ്യം വന്നു, കയ്യിലുള്ള ഓർണമെന്റ്സ് വിൽക്കാൻ നമ്മൾ ജ്വല്ലറിയിൽ പോയി അത് ബാർഗെയിൻ ഒക്കെ ചെയ്യേണ്ടി വരും. ഈ ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ജ്വല്ലറിയിൽ പോകണം, അവരതിന്റെ പ്യൂരിറ്റി നോക്കും, തൂക്കം നോക്കണം, വില പേശണം. പലപ്പോഴും വാങ്ങിയ വില കിട്ടണമെന്നില്ല. എന്നാൽ ഗോൾഡ് പീസിന്റെ കാര്യം അങ്ങനെയല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ടുള്ള സമയത്ത് ഏത് സമയത്തും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒറ്റ ക്ലിക്കിൽ ഗോൾഡ് പീസ് വിറ്റ് പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയെടുക്കാം. അഞ്ചാമത്തെ ബെനിഫിറ്റ് വളരെ ചെറിയ എമൗണ്ടിന് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം എന്നുള്ളതാണ്. ഒരു യൂണിറ്റ് ഗോൾഡ് പീസിന് ഏതാണ്ട് 120-130 രൂപ റേഞ്ചിലാണ് വില വരുന്നത്.
ചുരുക്കി പറഞ്ഞാൽ വെറും 120 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം. ഇത് സാധാരണക്കാർക്ക് ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലെ എല്ലാ മാസവും ചെറിയ തുകയ്ക്ക് സ്വർണം വാങ്ങിക്കൂട്ടാനുള്ള ഒരു അടിപൊളി മെത്തേഡും കൂടിയാണ്. ഇതുകൂടാതെ പ്യൂരിറ്റിയുടെ കാര്യത്തിൽ 100% ഉറപ്പുണ്ട് എന്നൊരു അഡീഷണൽ ബെനിഫിറ്റ് കൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗോൾഡ് ബീസ് 99.5% പ്യൂരിറ്റിയുള്ള ഫിസിക്കൽ ഗോൾഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ജ്വല്ലറി ഷോപ്പിൽ ഗോൾഡ് വാങ്ങുമ്പോൾ ഷോപ്പ് ഓണർ ഹാപ്പിയാണ്, ഗോൾഡ് ബീസ് വാങ്ങുമ്പോൾ ഇൻവെസ്റ്റർ ഹാപ്പിയാണ്. അപ്പോൾ യു ഡിസൈഡ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കുക. ഇത്രയും കേട്ടപ്പോൾ തന്നെ ഗോൾഡ് ബീസ് ഒരു അടിപൊളി ഓപ്ഷൻ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. വീഡിയോയുടെ ടൈറ്റിലിൽ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് 2026 ഗോൾഡ് ബീസ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായി മാറുന്നത്? അതിന്റെ ഉത്തരം ഗോൾഡിന്റെ ബേസിക് സ്വഭാവത്തിൽ തന്നെയുണ്ട്. ലോകം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് പണം വെക്കുന്നത് സ്വർണ്ണത്തിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു സേഫ് ഹെവൻ അഥവാ സുരക്ഷിത താവളം എന്ന് വിളിക്കുന്നത്. രാജ്യത്ത് ഇൻഫ്ലേഷൻ കൂടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ വാല്യൂ കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വർണ്ണത്തിന്റെ വില സാധാരണയായിട്ട് മുകളിലേക്കാണ് പോകാറ്. ഇതുപോലെ ലോകത്ത് എവിടെയെങ്കിലും ഒരു യുദ്ധമോ അല്ലെങ്കിൽ സാമ്പത്തിക അനിശ്ചിതത്വമോ അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം പിൻവലിച്ച് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇതും ഗോൾഡ് പ്രൈസ് കൂട്ടാനുള്ള ഒരു പ്രധാന കാരണമാണ്. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം സ്വർണ്ണവില 2026 ഔൺസിന് $4,000 $5,000 ഇടയിൽ എത്താൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ് ഒരു നഷ്ടവുമില്ലാതെ മുതലെടുക്കാൻ ഏറ്റവും നല്ല മാർഗം ഗോൾഡ് ബീസാണ്. കാരണം വില കുറയുമ്പോൾ കുറച്ച് യൂണിറ്റ്സ് വാങ്ങി വെക്കാനും വില കൂടുമ്പോൾ എളുപ്പത്തിൽ വിറ്റ് പ്രോഫിറ്റ് എടുക്കാനും ഇത് നല്ല അവസരം നൽകുന്നു. മോസ്റ്റ് പീപ്പിൾ ഗോൾഡ് ബൈ ഫോർ ഇമോഷൻ, സ്മാർട്ട് പീപ്പിൾ ബൈ ഗോൾഡ് ഫോർ വെൽത്ത്. ഗോൾഡ് ഈസ് നോട്ട് ജസ്റ്റ് എ ജ്വല്ലറി. ഗോൾഡ് ഒരു ആഭരണം മാത്രമല്ല, തീർച്ചയായിട്ടും അതൊരു അസറ്റ് തന്നെയാണ്. മേക്കിംഗ് ചാർജ് കൊടുത്ത് ഇമോഷൻസ് വാങ്ങണോ അല്ലെങ്കിൽ എക്സ്പെൻസ് സേവ് ചെയ്ത് അസറ്റ് ബിൽഡ് ചെയ്യണോ എന്നുള്ള തീരുമാനമാണ് നമ്മളിവിടെ എടുക്കുന്നത്. 2026 ഒരു വലിയ ഗോൾഡ് റാലി വന്നാൽ പ്രിപ്പയർഡ് ഇൻവെസ്റ്റേഴ്സ് മാത്രം ബെനിഫിറ്റഡ് ആയിരിക്കും. അൾട്ടിമേറ്റ്ലി ഈ ഒരു ഗോൾഡ് ബീസ് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നവർക്ക് ഒരു നല്ല സാധ്യതകൾ മുന്നിലുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഗോൾഡ് ബീസിലെ മറ്റ് അപകട സാധ്യതകളെ കുറിച്ച് കൂടി നമുക്കൊന്ന് നോക്കി പോകാം. ഏതൊരു ഇൻവെസ്റ്റ്മെന്റിന്റെയും പോലെ തന്നെ ഗോൾഡ് ബീസിനും ചില റിസ്കുകളും ടാക്സ് റൂൾസും ഉണ്ട്. ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടി അതുകൂടി നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ആദ്യം ടാക്സിന്റെ കാര്യം എടുക്കാം. പുതിയ ടാക്സ് നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഗോൾഡ് പീസ് എപ്പോൾ വിറ്റാലും അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ചേർക്കുകയും നിങ്ങൾ ഏത് ഇൻകം സ്ലാബിലാണോ വരുന്നത് ആ ഒരു റേറ്റിൽ ടാക്സ് കൊടുക്കുകയും വേണം. മുമ്പുണ്ടായിരുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ബെനിഫിറ്റ് ഇപ്പോൾ ഗോൾഡ് ETF-കൾക്ക് കിട്ടാറില്ല. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, ഓർണമെന്റ്സ് വാങ്ങുമ്പോൾ തുടക്കത്തിലേ നമ്മൾ 3% GST എന്തായാലും കൊടുക്കുന്നുണ്ട്. ഗോൾഡ് പീസിൽ ആ ഒരു ലോസ് വരുന്നില്ല. പ്രോഫിറ്റ് ഉണ്ടായാൽ മാത്രം നിങ്ങളുടെ സ്ലാബ് അനുസരിച്ച് ടാക്സ് കൊടുത്താൽ മതിയോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഗോൾഡ് വാങ്ങി അത് 1.5 ലക്ഷം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു 50,000 മാത്രം നമ്മൾ ടാക്സ് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞു വരുന്നത്. മറിച്ച് നമ്മൾ ആഭരണം വാങ്ങുമ്പോൾ നമ്മൾ മൊത്തം ഗോൾഡിനും ആദ്യം തന്നെ നമ്മൾ ടാക്സ് കൊടുക്കുന്നു എന്നുള്ള ഒരു ഡിഫറൻസ് ഇവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് റിസ്കിനെ കുറിച്ച് സംസാരിക്കാം. ഒന്ന്, മാർക്കറ്റ് റിസ്ക് തന്നെയാണ്. സ്വർണ്ണത്തിന്റെ വില താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഗോൾഡ് പീസിന്റെ വിലയും കുറയും. ഇതിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺ ഒന്നുമില്ല. ഗോൾഡ് പ്രൈസിന്റെ മൂവ്മെന്റ് അനുസരിച്ച് പ്രൈസിൽ പ്രോഫിറ്റും ലോസും ഉണ്ടാകുകയും ചെയ്യും. രണ്ടാമതായിട്ട് ട്രാക്കിംഗ് എറർ. ഗോൾഡ് ബീസ് സ്വർണ്ണത്തിന്റെ വിലയാണ് ഫോളോ ചെയ്യുന്നത്. എങ്കിലും എക്സ്പെൻസ് റേഷ്യോ പോലെയുള്ള കോസ്റ്റുകൾ കാരണം സ്വർണ്ണത്തിന്റെ യഥാർത്ഥ വിലയും ETF-ന്റെ വിലയും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു ചെറിയ മൈനർ പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അവസാനമായിട്ട് ഇതിനൊരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എങ്കിൽ കൂടിയും അതൊരു ബുദ്ധിമുട്ടായിട്ട് ചിലർക്ക് തോന്നാറുമുണ്ട്. ഇത്തരത്തിലുള്ള വളരെ ചെറിയ അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള പ്രോബ്ലംസും ബുദ്ധിമുട്ടുകളും മാത്രമേ ഈ ഒരു ഗോൾഡ് ബീസ് ഇൻവെസ്റ്റ്മെന്റിനുള്ളൂ. കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഗോൾഡ് ബീസിന്റെ പെർഫോമൻസ് ചാർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത്തരത്തിലുള്ളൊരു വലിയ മൂവ്മെന്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു ഗോൾഡ് ബീസ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്കൊരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിലോ അല്ലെന്നുണ്ടെങ്കിൽ മന്ത്ലി ലംസം മെത്തേഡിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഗോൾഡ് ബീസിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് ബീസും നിഫ്റ്റി ബീസും കമ്പൈൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഗോൾഡ് ബീസും നിഫ്റ്റി ബീസും ബാലൻസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വളരെ മികച്ച വഴിയാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ വീഡിയോ കൂടെ കണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി കൂടി നിങ്ങൾ കരസ്ഥമാക്കി മുന്നോട്ട് പോകുന്നത് നല്ല രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്കിനി ഒരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ചുരുക്കി പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് ഓർണമെന്റ്സ് വാങ്ങുന്ന രീതികൾക്ക് പല ദോഷങ്ങളുമുണ്ട്. വലിയ മേക്കിംഗ് ചാർജ്, GST, സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട്, വിൽക്കുമ്പോഴുള്ള വിലക്കുറവ്, ഇവയെല്ലാം നമ്മുടെ സമ്പാദ്യത്തെ കാര്യമായിട്ട് ബാധിച്ചേക്കാം. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ചേർന്നുള്ള ഒരു ഒറ്റമൂലിയാണ്, ഒരു കിടിലൻ സൊല്യൂഷനാണ് ഗോൾഡ്
ഗോൾഡ് ബീസ്. മേക്കിംഗ് ചാർജസും GSTയും ഇല്ലാതെ ചെറിയ തുകയ്ക്ക് പോലും സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ കഴിയും. ഹൈ സെക്യൂരിറ്റിയും ഇപ്പോൾ വേണമെങ്കിലും പണമാക്കി മാറ്റാനുള്ള സൗകര്യവും ഗോൾഡ് ബീസ് ഉറപ്പാക്കുന്നു. അതുകൊണ്ട് തന്നെ ലോങ് ടൈമിലേക്ക് സ്വർണം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണ്ട് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും, പ്രത്യേകിച്ച് 2026 ഉറ്റുനോക്കുന്ന ഏതൊരു ഇൻവെസ്റ്റർക്കും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏറ്റവും സ്മാർട്ടും മോഡേണുമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഗോൾഡ് ബീസ്. സ്വർണ്ണത്തിൽ സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് തുടങ്ങാൻ റെഡിയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.